സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് അന്വേഷണം എങ്ങും എത്തിയില്ല. സംഭവം നടന്ന് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും പ്രത്യേക സംഘത്തിന് സാധിച്ചിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിലും നടപടി വൈകുകയാണ്. കഴിഞ്ഞ ജൂലൈ 24-നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾക്കകം പിടിയിലായെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ ചാട്ടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ DGP ജേക്കബ് പുന്നൂസും അടങ്ങിയ സംഘം എന്നാൽ ഇതുവരെ സർക്കാരിന് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. സമയം കൂട്ടിത്തരണമെന്ന് സംഘം ആദ്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു തവണ ജയിൽ സന്ദർശിച്ചതിലൊതുങ്ങി സംഘത്തിന്റെ അന്വേഷണം. ജയിലിലെ കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ പോലും 2 ദിവസം കണ്ണൂരിലുണ്ടായിരുന്ന സംഘം തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. സംഭവം നടന്നതിനു പിന്നാലെ ജയിലിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതോടെ വകുപ്പ് തല അന്വേഷണവും വഴിമുട്ടി. സുരക്ഷാ വീഴ്ചയടക്കം വ്യക്തമായതിനെ തുടർന്ന് ജയിൽ ചാട്ടത്തിന്റെ അടുത്ത ദിവസം ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ കൊടും ക്രിമിനലുകളുടെ അടക്കം പാർപ്പിച്ചിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തുടർ നടപടികളൊന്നും അധികൃതർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മീഡിയ 1 കണ്ണൂർ.